ആബാലവൃദ്ധം ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതി, അതായത് രാമായണ മാസം. കേരളത്തിൽ എല്ലാ വീടുകളിലും രാമായണം വായിക്കുന്ന പതിവുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നിങ്ങളും എല്ലാ പ്രേക്ഷകരും രാമായണം വായിക്കണം. എനിക്കറിയാം, നിങ്ങളുടെ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ അറിയാം. ഞാനിത് പല പ്രാവശ്യം പങ്കുവച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. അതിനെ മുൻനിർത്തിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പല പ്രശ്നങ്ങളും ഉണ്ടാവും, കുടുംബ പ്രശ്നങ്ങൾ. രാമായണം കയ്യിലുണ്ടാവില്ല, ഉണ്ടെങ്കിൽ വായിക്കാൻ സാധിക്കില്ല, ഇങ്ങനെ പലതും ഉണ്ടാവും. പക്ഷേ ഈ മാസം, രാമായണ മാസം, കർക്കിടക മാസം 30 ദിവസവും രാമായണം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് നിങ്ങൾ സാധിക്കുമെങ്കിൽ ചെയ്യണം. ഇനി സാധിക്കില്ലെങ്കിൽ ആരും വ്യസനിക്കേണ്ട. എൻ്റെ പ്രേക്ഷകരും ശ്രോതാക്കളും ആരും ദുഃഖിക്കരുത്. എപ്പോഴും സന്തോഷമായിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഈശ്വരൻ അതിന് എല്ലാ മാർഗങ്ങളും നൽകിയിട്ടുണ്ട്, നമ്മൾക്കറിയാതെയാണ്. നാരായണീയത്തിലെ ദശകം 34-ഉം 35-ഉം ഒരിക്കൽ കൂടെ പറയാം. നാരായണീയത്തിലെ ദശകം 34-ഉം 35-ഉം നിങ്ങൾ ജപിച്ചിട്ടുണ്ടെങ്കിൽ രാമായണം ജപിച്ചതിൻ്റെ പൂർണ്ണ ഫലം കിട്ടും, അത് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങളത് പാരായണം ചെയ്താൽ മതി. ദിവസവും ചെയ്യുക, ഈ 30 ദിവസവും, അല്ലെങ്കിൽ ഇന്ന്, അല്ലെങ്കിൽ ഒടുവിലത്തെ ദിവസം, അല്ലെങ്കിൽ ഇടയിൽ ഒരു ദിവസം, ഇങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും സമയത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യുക. അതിൻ്റെ രാമായണത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും. ഇതിൽ പലർക്കും സംശയമുണ്ട്. എന്നോട് 2-3 ആൾ ചോദിക്കുകയുണ്ടായി, നാരായണീയം വായിച്ചാൽ രാമായണം വരുമോ എന്ന് ചോദിക്കേണ്ട. ആ സംശയം കൂടി തീർക്കാനാണ് ഞാൻ ഇത് പറയാൻ കാരണം. ഒന്ന്. രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, രാമനും കൃഷ്ണനും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇത് ധൈര്യമായി വായിക്കാം. അത് തെളിയിക്കാൻ വേണ്ടി ഭാഗവതത്തിലെ ദശകം 29, അദ്ധ്യായം 29-ഉം ദശകം 10-ലും ഒരു ചെറിയ കഥ ഞാനിവിടെ പറഞ്ഞ് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കുന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാമനും കൃഷ്ണനും ഒന്ന് തന്നെയാണ് എന്ന് അറിയാം. നിങ്ങളുടെ വിലപിടിച്ച സമയം കളയാതെ ഞാൻ തൊട്ട് ഇതിൻ്റെ പുറകിൽ വരുന്ന വീഡിയോയിൽ അത് ഞാൻ പറയാം. അപ്പോൾ ഇത് ഒരുപക്ഷെ യൂട്യൂബിലായതുകൊണ്ട് മുന്നിലും പിന്നിലും ആവും, ആയിക്കൂടാന്നില്ല. ഇത് ഇടുന്ന സമയത്ത് മാറ്റങ്ങൾ വരും, അത് നിങ്ങളെ കണക്കാക്കണ്ട. ഇതിൻ്റെ തൊട്ട് പുറകിൽ ഒരു 2 നിമിഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കഥ ഞാൻ വൃത്തിയായി പറഞ്ഞു തരാം. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും രാമനും കൃഷ്ണനും ഒന്ന് തന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, വേദവ്യാസൻ, സാക്ഷാൽ വേദവ്യാസൻ എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി നാരായണീയത്തിലെ ദശകം 34-ഉം 35 വായിക്കാം. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, തീർച്ചയാണ്. നിങ്ങളതെല്ലാവരും വായിക്കണം, ഇതെല്ലാവരും കേൾക്കണം, ഷെയർ ചെയ്യണം. ഇനി അഥവാ വായിക്കാൻ പറ്റിയില്ലെങ്കിലും ആരും വ്യസനിക്കേണ്ട. ഇതേ യൂട്യൂബിൽ തന്നെ നാരായണീയം ഞങ്ങൾ 100 ദശകം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചിലവർ കണ്ടിട്ടുണ്ടാവും, ചിലവർ കണ്ടിട്ടുണ്ടാവില്ല. ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ദശകം 34-ഉം 35-ഉം നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ കേട്ടാൽ മതി, ദിവസം കേട്ടാൽ മതി. വായിക്കണം എന്ന് നിർബന്ധമില്ല, വായിക്കാൻ അറിഞ്ഞു എന്ന് വരില്ല, പല ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് കേട്ടാൽ മതി, ഏത് സമയത്തും കേൾക്കാം. ഒരിക്കൽ കൂടിയും പറയാം, ദശകം 34, 35 നാരായണീയം ഈ യൂട്യൂബിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കേൾക്കുക, എല്ലാവരും ശ്രവിക്കുക, ഞങ്ങളെ അനുഗ്രഹിക്കുക. ഇതിൻ്റെ പുറകിലുള്ള ഇതിൽ തൊട്ട് ഇത് കഴിഞ്ഞ ഉടനെ ഞാനത് പ്രക്ഷേപണം ആ കഥ പറയുന്നതായിരിക്കും. നിങ്ങളുടെ വിലപിടിച്ച സമയം കളയണ്ട പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 10-20 മിനിറ്റ് വെറുതെ പോവും. നിങ്ങളുടെ സമയവും പോവും, എൻ്റെ സമയവും പോവും. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി. അടുത്തത് കേൾക്കുക, 2 നിമിഷം കൊണ്ട് ഞാനത് ചെയ്യുന്നതായിരിക്കും.